ഹായ് ഓൾ, നമ്മൾ ഓൾറെഡി നത്തിങ് ട്വൈസ് എന്ന് പറയുന്ന പോമിൻ്റെ കുറച്ച് സ്റ്റാൻസേഴ്സ് ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കിയുള്ള കുറച്ച് സ്റ്റാൻസയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. The next day, though you are here with me, I can't help looking at the clock. A rose, what could that be? Is it a flower or a rock? കഴിഞ്ഞ അതിന് തൊട്ട് മുന്നുള്ള സ്റ്റാൻസയിൽ എന്താ പറയുന്നത്? ഒരാളുടെ പേര് കേൾക്കുമ്പോൾ നമ്മളിരിക്കുന്ന റൂമിലേക്ക് ഒരു റോസാപുഷ്പം വന്ന് വീഴുന്ന ഒരു സുഖമാണ്. ആ ഒരു സ്മെല്ലോടുകൂടി ഒരു റോസാപുഷ്പം വന്ന് വീഴുന്ന ഒരു സുഖമാണ് ആരെങ്കിലും ഒരാൾ നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ പേര് പറയുമ്പോൾ. ഈ സ്റ്റാൻസിൽ പറയുന്നതോ, ദ നെക്സ്റ്റ് ഡേ ദോ യു ആർ ഹിയർ വിത്ത് മീ ഐ കാൺ ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദി ക്ലോക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് താൻ ഏറ്റവും പ്രിയപ്പെട്ട ആൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ പോലും എനിക്കത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലോക്കിൽ നോക്കി സമയം പോകുന്നില്ലല്ലോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതുതന്നെയാണ് നമ്മുടെ ഹെഡിങ്ങും പറയുന്നത്, നത്തിങ് ഹാപ്പൻ ട്വൈസ്. അതായത് കഴിഞ്ഞതുപോലെ ഒന്നും പിന്നീട് സംഭവിക്കുന്നില്ല. അന്ന് അയാൾ നമുക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ ഇന്ന് ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തു. അന്ന് അയാളുടെ പേര് കേട്ടാൽ വരെ നമുക്ക് ഹാപ്പിനെസ് ആണ്. ഇന്ന് അയാൾ അടുത്തുണ്ടെങ്കിൽ പോലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഹാപ്പിയല്ല, നമ്മൾ ടൈം പോകുന്നില്ലല്ലോ എന്നോർത്ത് ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. എ റോസ് വാട്ട് കുഡ് ദാറ്റ് ബി? ഈസ് ഇറ്റ് എ ഫ്ലേവർ ഓർ എ റോക്ക്? അന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഒരു റോസാപുഷ്പം വീഴുന്ന സുഖമാണെന്നാണ് പറഞ്ഞത്. ഇന്ന് റോസോ? എന്താണ് ആ റോസ് എന്താണ്? കല്ലോ വല്ലതും ആണോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അതായത് ഒന്നും ഒരുപോലെ പിന്നീട് സംഭവിക്കുന്നില്ല, അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു. അടുത്ത സ്റ്റാൻസയിലേക്ക് കടക്കാം. വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ വിത്ത് സോ മച്ച് നീഡ്ലെസ് ഫിയർ ആൻഡ് സോറോ? ഇറ്റ്സ് ഇൻ ഇറ്റ്സ് നേച്ചർ നോട്ട് ടു സ്റ്റേ. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമാറോ. ഇതിൽ പറയുന്നത്, വൈ ഡു വി ട്രീറ്റ് ദ ഫ്ലീറ്റിംഗ് ഡേ വിത്ത് സോ മച്ച് നീഡ്ലെസ് ഫിയർ ആൻഡ് സോറോ? ഓരോ ദിവസവും നമ്മൾ എന്തിനാണ് ഒരുപാട് പേടിച്ച് ടെൻഷൻ അടിച്ച് കടന്നു പോകുന്നത്? ഇറ്റ്സ് ഇൻ ഇറ്റ്സ് നേച്ചർ നോട്ട് ടു സ്റ്റേ. ടുഡേ ഈസ് ഓൾവേസ് ഗോൺ ടുമാറോ. എന്താണ്? ഇന്ന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇന്നത്തെ കൊണ്ട് അത് കഴിഞ്ഞു. അല്ലാതെ ആ ടെൻഷൻ നമ്മൾ പിന്നീട് നാളത്തേക്കും കൂടി നീട്ടി വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. എന്താണോ നടക്കുന്നത്, ഒരു ദിവസം നടക്കുന്നത്, അത് ആ ദിവസം അങ്ങ് കഴിഞ്ഞു. അതിനെപ്പറ്റി ഓർത്ത് നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുകയോ വറി ചെയ്യുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഇന്നത്തെ കഴിഞ്ഞു. ഇനി ആ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ടൈം കഴിഞ്ഞു പോയി. ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് നാളെ അല്ലെങ്കിൽ അടുത്ത വരാൻ പോകുന്ന സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടതോർത്തോ അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഇനി അടുത്ത സ്റ്റാൻസിലേക്ക് കടക്കാം. വിത്ത് സ്മൈൽസ് ആൻഡ് കിസ്സസ് വി പ്രിഫർ ടു സീക്ക് അക്കോർഡ് ബിനീത്ത് അവർ സ്റ്റാർ. അതായത് വിത്ത് സ്മൈൽസ് ആൻഡ് കിസ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ചുംബനങ്ങളും ചിരികളുമെല്ലാം. അപ്പോൾ വി പ്രിഫർ ടു സീക്ക് അക്കോർഡ് ബിനീത്ത് അവർ സ്റ്റാർ. ഇവിടെ സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടായ ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ അവരുടെ ഒരുപോലെയുള്ള കാഴ്ചപ്പാടിനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഉറച്ചൊരു ലക്ഷ്യം, ഞങ്ങളുടെ ലക്ഷ്യം ഒന്നാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള എയിമെന്ന് പറയുന്നത് സിമിലർ ആണെങ്കിൽ ഞങ്ങൾ ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒന്നിച്ച് നിൽക്കുന്നു. അതായത് ഞങ്ങൾക്ക് ഒരേ ലക്ഷ്യമാണുള്ളത്, അതിൻ്റെ കീഴിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. അടുത്ത ലൈൻ, ഓൾത്തോ വി ആർ ഡിഫറൻറ്റ്. എന്നിരുന്നാലും ഞങ്ങൾ ഒരുപോലെയാണ്, ഒരേ ലക്ഷ്യസ്ഥാനത്താണ്, ഞങ്ങൾ സ്നേഹം പങ്കുവയ്ക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ ഡിഫറൻ്റ് ആണ്. വി ആർ ഡിഫറൻറ്റ് ജസ്റ്റ് ആസ് 2 ഡ്രോപ്സ് ഓഫ് വാട്ടർ ആർ. ഞങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ 2 വെള്ളത്തുള്ളികൾ പോലെ ഒരുപോലെയാണെങ്കിലും ഇന്നർ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞങ്ങളെല്ലാവരും വിഭിന്നങ്ങളാണ്. എന്നിരുന്നാലും ഞങ്ങളങ്ങനെ ഡിഫറൻ്റ് ആണെങ്കിൽ പോലും സ്നേഹം അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു ഹാർമണി അതിൽ ഉറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനായി സാധിക്കുന്നത്. ഇതാണ് നത്തിങ് ട്വൈസ് എന്ന് പറയുന്ന ഒരു പോയം. സോ ഈ പോയത്തിലൂടെ പറയുന്നത്, നമുക്കൊരിക്കലും രണ്ടാമതൊരു ചാൻസ് കിട്ടുന്നില്ല. നമ്മുടെ ലൈഫിൽ ഓരോ ടൈമും കടന്നു പോവുകയാണ്. അത് നമുക്കൊരിക്കലും തിരിച്ച് കിട്ടില്ല, അല്ലെങ്കിൽ നമുക്കതിനെ ക്യാച്ച് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല. അതങ്ങ് കടന്നു പോവുകയാണ്. അപ്പോൾ ഓരോ ടൈമും ലൈഫിൽ എൻജോയ് ചെയ്യുക, അതുപോലെ തന്നെ ഹാർമോണിയസ് ആയിട്ട് നിലനിൽക്കുക എന്നുള്ളൊരു മീനിങ് ആണ് തരുന്നത്. ഓരോ ടൈമും വിലപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. അതൊരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഇന്ന് അല്ലെങ്കിൽ ഈ സമയമെന്ന് പറഞ്ഞത് ഇതോടുകൂടി കഴിയുകയാണ്. അതിലേക്ക് നമുക്ക് പിന്നീട്
അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാൻ പറ്റുന്നില്ല. അതുപോലെ മുന്നിൽ വരുന്ന ഓരോ കാര്യങ്ങൾക്കും റിഹേഴ്സലോ പ്രാക്ടീസോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതാത് സമയത്ത് ചെയ്യുക. ഹാർമോണിയസ് ആയിട്ട് ഹാർമണിയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെയുള്ള ഒരു വളരെ നല്ലൊരു പോയമാണ്. ഒരുപാട് ഇന്നർ മീനിങ് ഉള്ള പോയമാണ്. അതുപോലെ തന്നെ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടുള്ളൊരു പോയമാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.